ഒരു റിസ്കി ആണ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമല്ലേ? ഏതിൽ മാറാൻ? അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പം സെറ്റിൽ എല്ലാവരും തമ്മിൽ നമ്മൾ കംഫർട്ടബിൾ ആവണം എന്നില്ല എന്നൊക്കെ. അപ്പൊ നമ്മൾ അത് ഗോ ത്രൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് അതിന്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല അല്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ. ഈ ഒത്തുതീർപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു റുട്ടീനായി പോകും, പിന്നെ എല്ലായിടത്തും ഒത്തുതീർപ്പായി പോകും. ഓക്കെ. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് അത്രയും പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് റിയാക്ട് എന്നുള്ളതാണ്. ആ റിയാക്ഷൻ കൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവും. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം വിട്ടുപോവാതെ കീപ്പപ്പ് ചെയ്യാൻ പറ്റും. വേറെ പലതും നഷ്ടപ്പെട്ടു. എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാം കൂടെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ചിലത് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഞാൻ സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് സംടൈംസ് സിനിമയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും നമ്മൾ ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാ ഭയങ്കര ഭീകരമായിട്ടെന്നല്ല, ചിലതിലൊക്കെ നമ്മൾ ചില ഗ്രൂപ്പ്സിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ പല സിറ്റുവേഷനിലൂടെയും പോയിട്ടുണ്ട്. അവിടെയൊക്കെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി. നമ്മൾ അടിയറവ് വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. എന്നുവെച്ചാൽ പല ഗ്രൂപ്പിലും കയറി പറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്ട്രഗ്ലിംഗ് ആണ്. ഒന്നിൽ കയറി പറ്റി ഒരു ഹിറ്റ് ഉണ്ടായി, ഹിറ്റ് എന്നല്ല, ഒരു ക്യാരക്ടർ സക്സസ് ആയി, നെക്സ്റ്റ് വാട്ട്. ഇത് ഇവിടെ നിൽക്കുന്നില്ല ഈ ഓട്ടം. അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ഇനി സെൽഫ് റെസ്പെക്ട് വിട്ട് കളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാവരും അതെ, അത് ഏതിലാണെങ്കിലും നമ്മള് നമ്മുടെ മിസ്റ്റേക്സിലൂടെയാണ് പലതും പഠിക്കുന്നത്. ഞാൻ ഇനിയും മിസ്റ്റേക്സ് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷെ വൺസ് ഐ ലേൺഡ് ഇറ്റ് റിപ്പീറ്റ് ചെയ്യാതെ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ, അത് ഏത് ജോലിയിലാണെങ്കിലും നമ്മളെല്ലാം പഠിച്ചിട്ട് എത്ര വലിയ ഫസ്റ്റ് റാങ്കിൽ വന്നിരുന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരാം. പക്ഷെ അതിലൂടെ കണ്ണു തുറന്ന് നമുക്ക് ആ മിസ്റ്റേക്സ് മനസ്സിലാക്കി ആ ഒരു തിരിച്ചറിവിലാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ വിൻസി പറഞ്ഞ പോലെ ആ ഒരു സർവൈവൽ അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഇന്നിപ്പം ഒരു ഷെൽ ലൈഫ്, നിങ്ങളുടെ ഒരു ആക്ടേഴ്സിൻ്റെ ഒരു ഷെൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ആണുങ്ങൾക്കാണെങ്കിലും ഫീമെയിൽ ആക്ടേഴ്സിനാണെങ്കിലും ഇതെല്ലാം ഇന്ന് ശരിക്കും ഒരു കോമ്പറ്റീഷൻ തന്നെ ഫീൽ ചെയ്യും. കാരണം ഒരുപാട് ആക്ടേഴ്സിന് സറൗണ്ടഡ് ആണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ അത് എപ്പോഴെങ്കിലും മിൻസിക്ക് ഒരു ചാലഞ്ച് ആയിട്ടോ ഒരു കോമ്പറ്റീഷനോ എങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഐ സ്ട്രോങ്ലി ബിലീവ്, ഇനീഷ്യലി എൻ്റെ മൈൻഡ് സെറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വേറൊരാൾ വേണ്ടാന്ന് വെക്കുന്ന മൂവി എനിക്ക് വരുന്നു, അതിൽ എനിക്ക് സക്സസ് കിട്ടുന്നു. അതുപോലെ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന മൂവി വേറൊരാൾക്ക് സക്സസ് ആവുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വരാൻ വിധിച്ചത് വരും, പോവേണ്ടത് പോവും. നമ്മുടെ ജേർണി നമ്മുടേത് മാത്രമാണ്. അതിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. ആൻഡ് ഈ കോമ്പറ്റീഷൻ കൊണ്ട് പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈഫിലെ ഏത് മേഖലയാണെങ്കിലും, അത് സിനിമയാണെങ്കിലും വേറെ എന്ത് മേഖലയാണെങ്കിലും നമ്മളെ വേറൊരു തലത്തിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിപ്പം ലൈഫിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പേര് സൂപ്പർ സ്റ്റാർസ് അല്ലാത്തവരുണ്ട്, അവരൊക്കെ തോറ്റവരാണോ? അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി വാട്ട്സ് എ സക്സസ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ലൈഫിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്തും അതനുസരിച്ച് പിന്നെ ജീവിക്കുന്നിടത്തും ആണ് ഐ ബിലീവ് ദാറ്റ്സ് സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ അപ്പം ദ ജേർണി യുണീക്ക് ആയിരിക്കും ഓരോരുത്തരുടെയും. ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, വേറൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, അതുപോലെ എത്താനല്ല അതെല്ലാം ശ്രമിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. ഒരു യുണീക് ജേർണി ഉണ്ട് ഓരോരുത്തർക്കും. ഇപ്പം ചേച്ചി പഠിക്കുന്നതായിരിക്കില്ല ഞാൻ എൻ്റെ ലൈഫിൽ പഠിക്കുന്നത്. സോ ആ ജേർണി, ആ യുണീക്നെസ് അവിടെ ഉണ്ടാവുന്നു. ഇനീഷ്യലി ഐ ഹാഡ് ദാറ്റ് കോമ്പറ്റീഷൻ മൈൻഡ്, ഡെഫിനറ്റ്ലി. എന്നുവെച്ചാൽ എനിക്ക് എവിടെ എത്തണം, ദ ടോപ്പ് മോസ്റ്റ് ആവണം എന്നൊക്കെ ഉള്ളൊരു ഗ്രാജുവലി അതൊന്നുമല്ല കഥ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. പക്ഷേ എന്നാലും പണ്ടൊക്കെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ സംസാരിക്കാം, കുറച്ച് ആക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഇപ്പോൾ ഫീമെയിൽ, ഇപ്പോൾ ശോഭനേച്ചാണെങ്കിലും ഉർവശി ചേച്ചിക്കാണെങ്കിലും അവർ എത്രയോ സിനിമകളിൽ പല പല കഥാപാത്രങ്ങളായിട്ട് നമ്മൾ അവരെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വരുമ്പോഴത്തേക്കും നിങ്ങളെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളപ്പോൾ നിങ്ങളുടെ ഒരു സ്പേസ് അവിടെ എവിടെയെങ്കിലും കുറഞ്ഞു പോണു അങ്ങനെ ഒരു ഇത്? കാരണം ഒരുപാട് പേരാണല്ലോ അഭിനയിക്കാൻ. അപ്പോൾ ഈ ഒരു സിനിമയിൽ വിൻസി അല്ലെങ്കിൽ വേറൊരാൾ അവിടെ ആവുകയാണ്, അങ്ങനെ ഒരു ഉണ്ടാവുമായിരിക്കും. റിയാലിറ്റി മൈറ്റ് ബി ഡിഫറെൻറ്റ്. പക്ഷേ ഞാനിതിൻ്റെ വേറൊരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കിയത്, പലരും സിനിമയിൽ, ഇപ്പം എസ്പെഷ്യലി ഫീമെയിൽസ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ ഇപ്പം ഈ പറയുന്ന ലൈഫ് സ്പാൻ ഇല്ലാതായി പോകുന്നു എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഇഫ് അവരത് ചൂസ് ചെയ്തതാണെങ്കിലോ, നമുക്ക് ഈ ഒരു മേഖല വേണ്ട എന്ന് പറഞ്ഞവർ മാറി നിന്നതാണെങ്കിലോ? അങ്ങനെയും സംഭവിക്കാലോ. സോ കുറെ പേര് ഇതിൽ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ദാറ്റ്സ് ദെയർ വിൽ പവർ ആൻഡ് വാട്ട് ദെയർ
അതൊരു വിൽ പവറും വേറൊരു രീതിയിലുള്ള ഒരു സക്സസ്സും ആണ്. പക്ഷെ കുറെ പേര് നമ്മൾ പറയും ഓ എന്ത് നല്ല നടിയായിരുന്നു, അതെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുകയില്ല അവര് മുന്നോട്ട് പോയില്ലല്ലോ. ഇപ്പം ഫാമിലി ആയിട്ട് ചിലപ്പോൾ അവർക്ക് ഫാമിലിയാണ് വലുതെങ്കിലോ, മോർ ദാൻ സിനിമ അവരുടെ സക്സസ് ഒരു ഫാമിലി നടത്തി കൊണ്ടുപോകുന്നതാണെങ്കിലോ. സോ ഞാൻ അങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്. ഇപ്പം എനിക്ക് എന്താ നെക്സ്റ്റ് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്റെ ഇഷ്ടങ്ങൾ എനിക്കറിയാം. എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്കൊരു ഫാമിലി ഉണ്ടാവണം എന്ന് ഇഷ്ടമുണ്ട്. അപ്പം അതില് ഇപ്പം സിനിമേനെക്കാട്ടി മേ ബി ഫാമിലി ആയിരിക്കും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ ആ ഇൻട്രസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ മര്യാദയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഫോർ മീ ദാറ്റ്സ് ദ സക്സസ്. അല്ലേ? ഓരോരുത്തരുടെയും ഡിഫറെന്റ് അല്ലേ? ആൾക്കാർക്ക് എപ്പോഴും ജഡ്ജ് ചെയ്യാം, ഓ സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയി, സോ ഷീസ് മീൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ ഫെയിൽഡ് ആയി.